വട്ടിയൂർക്കാവ് അജിത്കുമാർ ഭാര്യയുമായി ഡിവോഴ്സ് ആയതിനു ശേഷം വേറൊരു ബന്ധത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ? ആത്മാർത്ഥമായിട്ട് പറയുകയാണില്ല. അങ്ങനെ ഒരു പെണ്ണുണ്ടെങ്കിൽ ശക്തമായിട്ട് പുറത്തോട്ട് വരാം. ഞാനൊരു പെൺകുട്ടിയുമായിട്ട് പിന്നീട് പ്രണയത്തിലായിരുന്നു. പക്ഷെ അവളും ഡിവോഴ്സ് ആയിരുന്നു. അത് ഏകദേശം ഒരു 5 വർഷത്തോളം ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ഒരിക്കലും അവളെ എന്നെ തേച്ചിട്ടില്ല. പറഞ്ഞ് മനസ്സിലാക്കിയിട്ടൊക്കെ പോയി. ഇല്ല, പറഞ്ഞ് മനസ്സിലാക്കിയില്ല. ഉള്ളിനകത്ത് വിഷമമുണ്ടാവും. അതുണ്ടായിരുന്നു. അത് വർഷങ്ങളോളം. പിന്നീട് ഞാൻ കുറച്ച് മദ്യപിക്കുന്ന നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. നന്നായിട്ട് ആ വിഷമം മാറുന്നത് വരെ അടിച്ചിട്ടുണ്ട്. ഞാൻ 2 വർഷം മാത്രമേ ഇനി സംഘടനയിൽ നിൽക്കത്തുള്ളൂ, പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. 2 വർഷം കഴിഞ്ഞ് എനിക്ക് വെടിവെക്കാൻ പോകണോ? അജിത്കുമാർ ഭാര്യയുമായി ഡിവോഴ്സ് ആയതിനു ശേഷം വേറൊരു ബന്ധത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ? ആത്മാർത്ഥമായിട്ട് പറയുകയാണില്ല. അങ്ങനെ ഒരു പെണ്ണുണ്ടെങ്കിൽ ശക്തമായിട്ട് പുറത്തോട്ട് വരാം. കാരണം എത്ര വർഷമായി ഡിവോഴ്സ് ആയിട്ട്? ഡിവോഴ്സായിട്ട് ഏകദേശം 10 വർഷത്തിൽ കൂടുതലുണ്ടാവും. ഇല്ല എന്നല്ല, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഈ ഡിവോഴ്സ് പറയാം, കുഴപ്പമൊന്നുമില്ല. ഡിവോഴ്സ് ആയതിനു ശേഷം ഞാനൊരു പെൺകുട്ടിയുമായിട്ട് പിന്നീട് പ്രണയത്തിലായിരുന്നു. പക്ഷെ അവളും ഡിവോഴ്സ് ആയിരുന്നു. അത് ഏകദേശം ഒരു 5 വർഷത്തോളം ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ്. ഇപ്പം അത് പിരിഞ്ഞിട്ട് 2017 പിരിയാണ്. അതേക്കുറിച്ച് പറയാം. അപ്പോൾ ആ ബന്ധം തീർച്ചയായിട്ടും അവൾ ഞാനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവളുടെ ഹസ്ബൻഡ് പുള്ളിക്കാരൻ കുറച്ച് പ്രശ്നക്കാരനായിരുന്നു, മദ്യപാനം മറ്റു. അപ്പോൾ പുള്ളിക്കാരൻ തിരിച്ചു വന്നു നല്ല രീതിയിൽ കുടുംബം പുലർത്താൻ തയ്യാറായപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സന്തോഷമില്ല, നമുക്ക് പിരിയാം. കാരണം ഒരു കുടുംബജീവിതം തകർക്കുന്നതിനോട് ഞാനില്ല. ശരി. 2017 അങ്ങനെ ഞങ്ങൾ തമ്മിൽ സന്തോഷകരമായിട്ട് പിരിച്ചു. ഈ 5 വർഷത്തിനിടയിൽ നിങ്ങൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാകാം. ഉണ്ട്. അപ്പൊ അവള് തെറ്റുകാരിയല്ലേ? അതങ്ങനെയാണ്. അവൾ പിരിഞ്ഞു നിൽക്കുകയല്ലേ, ഞാനും പിരിഞ്ഞു നിൽക്കുകയല്ലേ. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരുപക്ഷെ ഇപ്പൊ എനിക്കറിയാം, ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് ഒരിക്കലും ഇനി ചേരില്ല. അവൾക്കും ആ രീതിയിൽ തന്നെയായിരുന്നു. ഒരിക്കലും പുള്ളിക്കാരൻ തിരിച്ചു വരില്ല. പുള്ളിക്കാരൻ്റെ സ്വഭാവം അതാണ്. അപ്പോൾ അതും പുള്ളിക്കാരനെ കുറിച്ച് ഞാൻ പഠിച്ചിരുന്നു. ഞാൻ പഠിച്ചു, ഞാൻ മനസ്സിലാക്കി ഈ പറയുന്നത് ശരി തന്നെയോ. ഞാൻ അന്വേഷിച്ചപ്പോൾ നാട്ടുകാർ പോലും അദ്ദേഹത്തെ പറ്റി നല്ലൊരു വാക്ക് പറയുന്നില്ല. പിന്നെ ഞാൻ പല രീതിയിൽ 2017 മുതൽ 2024 വരെ വേറൊരു പെണ്ണുമായി ബന്ധം ഉണ്ടായിട്ടില്ല. ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും പെണ്ണുങ്ങളെ ഇന്റർവ്യൂ കാണുമെങ്കിൽ ഇദ്ദേഹവുമായി ബന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ രംഗത്ത് വരണം. തീർച്ചയായിട്ടും വന്നോട്ടെ. 2017 ആണ് ഈ സംഘടന രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മുടെ സംഘടന അതുവരെയുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാതെ സമരങ്ങൾ നടത്തുക മറ്റുള്ളത്. അപ്പോൾ 2017 രജിസ്റ്റർ ചെയ്യുന്നു. ആ വർഷമാണ് ഈ പെൺകുട്ടിയുമായിട്ട് ഞങ്ങൾ സൗഹൃദത്തിൽ പിരിഞ്ഞതിന് ശേഷം ഇന്നേ വരെ 2 തേപ്പ് കിട്ടിയപ്പോഴാണ് വട്ടിയൂർക്കാവ് അജിത്കുമാറിന് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഒരു സംഘടന തുടങ്ങണമെന്ന് തോന്നിയത്. അല്ലല്ല, ആ തേപ്പ് ഇവിടെ രണ്ടാമത്തെ അവള് തേപ്പെന്ന് ഒരിക്കലും പറയരുത്. ഒരിക്കലും അവളെ എന്നെ തേച്ചിട്ടില്ല. പറഞ്ഞ് മനസ്സിലാക്കിയിട്ടൊക്കെ പോയി. ഇല്ല, പറഞ്ഞ് മനസ്സിലാക്കിയില്ല. ഇങ്ങനെ വരുന്നുണ്ട് ചേട്ടാ, എന്താണ് അടുത്ത ചേട്ടൻ എന്താ പറയുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പുള്ളി കറക്റ്റ് ആണോ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. ഞാനും ഒന്ന് അന്വേഷിച്ചു. സങ്കടം സ്വാഭാവികമായിട്ടുണ്ടാവും. എത്ര നാളിങ്ങനെ താടിമുടിയൊക്കെ വളർത്തിയാണോ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങള് സന്തോഷമായിട്ട് എത്ര സന്തോഷമായാലും 5 വർഷം ഉള്ളിനകത്ത് വിഷമമുണ്ടാവും. അതുണ്ടായിരുന്നു. അത് വർഷങ്ങളോളം. പിന്നീട് ഞാൻ കുറച്ച് മദ്യപിക്കുന്ന നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. നന്നായിട്ട് ആ വിഷമം മാറുന്നത് വരെ അടിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് ദിവസം അടിച്ചിങ്ങനെ പോയിട്ട് പിന്നെ ഏത് സമയം അവളെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം. അവളെ വിളിക്കാം, സംസാരിക്കാം. പക്ഷെ വാട്സപ്പ് വരെ ഞാനാണ് ബ്ലോക്ക് ചെയ്തത്. പക്ഷെ ഞാൻ ബ്ലോക്ക് ചെയ്തതെന്നുള്ളത് പോലും ഞാൻ അറിയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷെ പുള്ളിക്കാരി എൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പുള്ളിക്കാരിയായിട്ട് കാര്യം എനിക്ക് മറക്കണം, നമുക്ക് പൂർണ്ണമായിട്ട് മറക്കണം എന്നുള്ള കാര്യം. ഞാൻ ഒരിക്കലും അവരുടെ ഒരു കുടുംബജീവിതം തകർക്കാൻ പാടില്ല. വീണ്ടും വിളിച്ചാലും പെൺകുട്ടി അവള് പിന്നീട് വിളിക്കുമായിരുന്നു. സൗഹൃദം നമ്മളൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ വിളിക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. 2017 മുതൽ 2024 വരെ താങ്കൾക്ക് യാതൊരുവിധമായ ഫിസിക്കൽ റിലേഷൻ ആരുമായിട്ടില്ല? സത്യം പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഒരുമാതിരി എന്നോട് ചോദ്യം ചോദിക്കാനുള്ള അവസരം എങ്ങനെ പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഒരു എന്താ പറയുക, ഒരു നമ്മളെ ഈ ബ്രഹ്മചര്യം എന്ത് പറഞ്ഞാലും വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ തുറന്ന് ഓപ്പണായിട്ട് പറയുകയാണ്, ഞാൻ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇങ്ങനെ പോകുന്നത്. കാര്യം ഒരു പേരുദോഷം സംഘടനയ്ക്കും ഉണ്ടാക്കാൻ പാടില്ല, എനിക്കും ഉണ്ടാവാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാടിലാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ സംഘടനയിൽ നിന്ന് ഞാൻ നമ്മുടെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ 2 വർഷം മാത്രമേ ഇനി സംഘടനയിൽ നിൽക്കത്തുള്ളൂ, പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞ് എനിക്ക് വെടിവെക്കാൻ പോകണോ? വെടിയല്ല, ഞാൻ ചിലപ്പോ വേറൊരു വിവാഹം കഴിക്കണമെന്നുണ്ട്. അങ്ങനെ പല പ്രസിഡന്റ് വിവാഹം കഴിച്ചുകൂടാന്ന് പോയവരുണ്ടോ?
അങ്ങനെയല്ല, അടുത്ത് വീണ്ടും തേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് വീണ്ടും പോയി കുഴിച്ചാടിയെന്ന് പറയില്ലേ? മുൻവിധിയോടുകൂടി ഒരു ബന്ധത്തേക്ക് നമ്മൾ തമാശയൊക്കെ പറഞ്ഞു. ഇന്നത്തെ സാഹചര്യത്തിലെ പെൺകുട്ടികൾ അങ്ങനെയാണ്. കാരണം ഇന്ന് നമുക്ക് ഇനിയുള്ള തലമുറ യഥാർത്ഥം പറഞ്ഞാല് വലിയ ബുദ്ധിമുട്ടാണ്.